നമസ്കാരം. ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മ പിളർന്നു. പീഡനവീരന്മാരും വേട്ടക്കാരും ഉൾപ്പെടെയുള്ള താരങ്ങൾ ഒരു വശത്തും വേട്ടക്കാരില്ലാത്ത താരങ്ങൾ മറുവശത്തും ഒറ്റക്കെട്ടായി രണ്ടു ചേരികളിലായതോടെയാണ് അമ്മ പിളർപ്പിലേക്ക് എത്തിയത്. 20ഓളം അംഗങ്ങൾ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാനായി ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെ സമീപിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. നിലവിൽ ചലച്ചിത്ര രംഗത്തു നിന്ന് 21 സംഘടനകളാണ് ഉള്ളത്. ചലച്ചിത്ര താരങ്ങളെ കൂടി ഉൾപ്പെടുത്തി പുതിയ സംഘടന രൂപീകരിക്കണമെന്ന ആവശ്യവുമായാണ് ബി ഉണ്ണികൃഷ്ണൻ 20 അംഗങ്ങളെ സമീപിച്ചിരുന്നത്. ഇതിൽ 17 നടന്മാരും 3 നടികളുമാണ് ഉള്ളതെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഫെഫ്കയുടെ ജനറൽ കൗൺസിൽ അംഗീകരിച്ച ശേഷം നിലപാട് അറിയിക്കാമെന്ന് ബി ഉണ്ണികൃഷ്ണൻ അവരെ അറിയിച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ട്രേഡ് യൂണിയൻ രൂപീകരിച്ച പേരുവിവരം സഹിതം എത്തിയാൽ പരിഗണിക്കാമെന്ന ഫെഫ്ക നേതൃത്വം അറിയിച്ചതായി ബി ഉണ്ണികൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പിറകെ ദുർബലമായ പ്രതികരണം അമ്മയ്ക്കുള്ളിൽ പൊട്ടിത്തെറികൾക്ക് ഇടയാക്കിയിരുന്നു. തൊട്ടുപിറകെ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നടങ്കം രാജിവെക്കുകയാണ് ഉണ്ടായത്. അമ്മയുടെ ഭാരവാഹിത്വം ഒഴിഞ്ഞുകൊണ്ട് അമ്മ പിരിച്ചുവിട്ടതായി മോഹൻലാൽ അറിയിച്ചിരുന്നത് അംഗങ്ങളിൽ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. സംഘടനയിലെ 20ഓളം അംഗങ്ങൾ പിന്നീട് ട്രേഡ് യൂണിയൻ രൂപീകരിക്കണമെന്ന ആവശ്യവുമായി ഫെഫ്ക ചെയർമാൻ സിബി മലയിലിനെയും ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെയും കാണുകയായിരുന്നു. അഭിനേതാക്കൾക്ക് ട്രേഡ് യൂണിയൻ സ്വഭാവത്തോടെയുള്ള സംഘടന വരണമെന്ന ആവശ്യമാണ് 20 അംഗങ്ങളും മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ ആവശ്യവുമായാണ് ഇവർ വിവിധ ട്രേഡ് യൂണിയനുകളുടെ കൂട്ടായ്മയായ ഫെഫ്കയെ സമീപിച്ചിരിക്കുന്നത്. അമ്മ പിളർപ്പിലേക്ക് എന്ന് പറയാൻ പറ്റില്ലെന്നും ട്രേഡ് യൂണിയൻ രൂപത്തിലുള്ള സംഘടന രൂപീകരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ആലോചന നടന്നതെന്നുമാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുള്ളത്. അമ്മ അംഗങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണെന്ന് രാഷ്ട്രീയ പാർട്ടികളെ പോലെ പെരുമാറാൻ കഴിയില്ലെന്നും അമ്മ നേതൃത്വം പലപ്പോഴും വ്യക്തമാക്കി ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് ഇതുവരെ തുടർന്നു വന്നിരുന്നത്. പലപ്പോഴും അമ്മയുടേത് അഴകുഴമ്പൻ നിലപാടുകളാണെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. കൃത്യമായ നിലപാട് സ്വീകരിക്കണമെന്ന അഭിപ്രായമുള്ളവർ സംഘടനയിലുണ്ട്. ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നേരത്തെ തന്നെ അവർ തുടങ്ങുകയും ചെയ്തിരുന്നതാണ്. അമ്മയിലെ അംഗങ്ങൾ തങ്ങളെ കണ്ടിരുന്ന കാര്യം ബി ഉണ്ണികൃഷ്ണൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ പിളർപ്പല്ല അവർ ഉദ്ദേശിക്കുന്നതെന്നും അമ്മ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കുക എന്നതാണ് ആലോചനയെന്നുമാണ് ഉണ്ണികൃഷ്ണന്റെ വിശദീകരണം. അങ്ങനെ രൂപീകരിച്ചാൽ ഫെഫ്കയിൽ അഫിലിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നും ചോദിച്ചിരുന്നു. സിനിമയിലെ വിവിധ മേഖലകളിലുള്ള 21 യൂണിയനുകൾ ഇപ്പോൾ തന്നെ ഫെഫ്കയിലുണ്ട്. പുതിയ ഒരു യൂണിയനെ ഉൾപ്പെടുത്തണമെങ്കിൽ ജനറൽ കൗൺസിലിന്റെ അംഗീകാരം നേടുകയും പിന്നീട് സംഘടനയുടെ നിയമാവലികളും ചട്ടക്കൂടിനുമൊക്കെ രൂപം നൽകുകയും വേണമെന്ന് തന്നെ സമീപിച്ചവരോട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പറയുന്നു. അമ്മയുടെ പ്രവർത്തന രീതിയോട് ആഭിമുഖ്യമില്ലാത്തവരും തൊഴിൽ നിഷേധമടക്കമുള്ള വിഷയങ്ങളിൽ ഇടപെടാത്ത സംഘടനാ രീതി മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചവരുമാണ് പുതിയ സംഘടന രൂപീകരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അമ്മയിൽ തുടർന്നുകൊണ്ട് പുതിയ സംഘടന രൂപീകരിക്കുമോ അതോ അമ്മയെ പിളർത്തിക്കൊണ്ട് പുതിയ സംഘടന ഉണ്ടാക്കുമോ എന്നതാണ് ഇനി അറിയാൻ ബാക്കിയാകുന്നത്. തങ്ങൾ മാക്ട എന്ന സാംസ്കാരിക സംഘടനയിലും ഫെഫ്കയിലും അംഗമാണെന്നും ഈ രീതി അഭിനേതാക്കൾക്കും പിന്തുടരാമെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏറെക്കുറെ നിർജീവമായ അവസ്ഥയാണ് ഇപ്പോൾ മാക്ടയുടേത്. പുതിയ സംഘടന വന്നാൽ അമ്മയുടെ അവസ്ഥയും ഈ അവസ്ഥയിലെത്തുമോ എന്ന ആശങ്കയും ഉണ്ടായിട്ടുണ്ട്. നന്ദി.